എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ സംബന്ധമായ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന ഒരു സുപ്രധാനമായ ഒരു വിഷയമാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 2025 ഡിസംബർ മാസത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ ഡിസംബർ മാസം 9-ാം തീയതിയും 11-ാം തീയതിയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പിൽ ഒത്തിരി ആൾക്കാർ സ്ഥാനാർത്ഥികളായി വരുന്നുണ്ട് അല്ലേ. അവർക്ക് പലർക്കും ജയവും ഉണ്ടാവും, തോൽവി ഉണ്ടാവും. അത് ഓരോരുത്തരുടെയും നക്ഷത്രത്തിന്റെ ഗുണവും അവരുടെ ഇപ്പോഴത്തെ അവരുടെ ജന്മസമയത്തിന്റെ ഗ്രഹനില അനുസരിച്ചുള്ള ആ ഗുണവും കൊണ്ടായിരിക്കും ചിലവർ ജയിക്കുന്നത്. ചില ആൾക്കാർക്ക് ദോഷാനുഭവങ്ങളും ഉണ്ടാവും ഇപ്പോഴത്തെ അവരുടെ സമയം വെച്ച്. അപ്പൊ എല്ലാവരും മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു മത്സരത്തിൽ ഒരാളല്ലേ ജയിക്കുള്ളൂ. അപ്പോ ഇവിടെ ജയിക്കാൻ പറ്റാവുന്ന ചില നക്ഷത്രക്കാർ, ഒരു സാമാന്യമായ ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ സ്ഥാനാർത്ഥികളുടെയും അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥികളുടെ നക്ഷത്രത്തിന്റെ സാമാന്യമായ ഫലം, അത് പല ആൾക്കാർക്കും പല വിധത്തിലായിരിക്കും അതിന്റെ ഫലം കിട്ടുന്നത്. അപ്പൊ ജ്യോതിഷപ്രകാരം ഒരു വ്യക്തിയുടെ ജയം അല്ലെങ്കിൽ തോൽവി എന്നത് അയാളുടെ ജനന സമയത്തെ ജാതകം, ദശ, അപഹാരങ്ങൾ, ഗോചരം എന്നിവയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതിനാൽ ഈ പൊതുവായ പ്രവചനങ്ങൾ ഓരോ സ്ഥാനാർത്ഥിക്കും ഒരുപോലെ ഫലിക്കണം എന്നില്ല. അപ്പൊ രാഷ്ട്രീയത്തിൽ ജയിക്കണമെങ്കിൽ രാഷ്ട്രീയമായ തന്ത്രങ്ങളും ജനസമ്മതിയുമാണ് അവിടെ വേണ്ടത്. തെരഞ്ഞെടുപ്പിൽ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ടത്. ഒന്ന് അവരുടെ രാഷ്ട്രീയ തന്ത്രം, മറ്റൊന്ന് അവരുടെ ജനങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം, ഒരു ജനസമ്മതി. അതായത് പൊതുപ്രവർത്തകരാകുമ്പോൾ ജനങ്ങളുമായിട്ട് നല്ല ബന്ധത്തിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അങ്ങനെയുള്ള ആ ജനസമ്മതിയും രാഷ്ട്രീയപരമായ തന്ത്രങ്ങളുമാണ് ഒരു സ്ഥാനാർത്ഥിയുടെ മത്സരത്തിൽ വിജയത്തിന്റെ ഘടകമായി വരുന്നത്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക്, ഇപ്പൊ എല്ലാവരും നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ കയ്യിലില്ലല്ലോ. നമുക്ക് പറയാവുന്നത് ഗോചരപരമായിട്ടുള്ള ഫലവും പറയാൻ പറ്റുള്ളൂ. ജന്മസമയം വെച്ച് പറയാൻ പറ്റില്ലല്ലോ. പലർക്കും പല ജന്മസമയമായിരിക്കും. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് ഈ 2025 ഡിസംബർ 9-നും 11-നും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം ഫലാനുഭവങ്ങൾ ഉണ്ടാകും എന്ന് വേണമെങ്കിൽ നമുക്ക് പൊതുവായിട്ട് ഒരു സൂചന തരാൻ പറ്റും. അത് ഇപ്രകാരമാണ്. ഗ്രഹങ്ങളുടെ ഗോചരപരമായ നിൽപ്പനുസരിച്ചാണ് അതിന്റെ ഫലം പറയുന്നത്. അതായത് വേഴമാണ് മെയിൻ ഗ്രഹം, ഭാഗ്യഗ്രഹം വേഴമാണ്. അപ്പൊ വേഴത്തിന്റെ നിൽപ്പ് എങ്ങനെയാണെന്നാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. വേഴം എന്ന് പറഞ്ഞത് സർവേശ്വര ഗ്രഹമാണ്. ഈ സർവേശ്വര ഗ്രഹം എവിടെ എങ്ങനെ നിൽക്കുന്നു, ആ ജാതകന് അല്ലെങ്കിൽ ആ നക്ഷത്രക്കാരന് എന്തെല്ലാം സ്വാധീനം ചെലുത്താവുന്ന ഒരു സ്ഥാനത്താണ് ഈ വേഴഗ്രഹം നിൽക്കുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ആ വേഴഗ്രഹത്തിന്റെ നിൽപ്പനുസരിച്ചുള്ള ഫലം. അപ്പൊ സർവേശ്വരകാരകനാണ്, ധനകാരകനാണ്, ഭാഗ്യകാരകനാണ്,
ആത്മീയകാരകനാണ് വേഴം. അപ്പൊ വേഴം എങ്ങനെ ഒരു ആളെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. ഏത് നക്ഷത്രക്കാരെ ഏത് വിധത്തിലാണ് സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. വേഴം ഇപ്പോൾ നിൽക്കുന്നത് കർക്കിടകൻ രാശിയിലാണ്. എന്നാൽ 2025 ഡിസംബർ 5-ാം തീയതി വേഴം കർക്കിടകൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് വരികയാണ്. അപ്പൊ നേരത്തെ വേഴം മിഥുനൻ രാശിയിലാണ് നിന്നിരുന്നത്. തൽക്കാലം അത് ഒന്ന് രാശി മാറി കർക്കിടകൻ രാശിയിലേക്ക് ഉച്ചത്തിലേക്ക് വന്നു. കർക്കിടകൻ രാശി വേഴത്തിന്റെ ഉച്ചരാശിയാണ്. ഉച്ചരാശിയിലേക്ക് വന്നു. വീണ്ടും ഇതാ കർക്കിടകൻ രാശിയിൽ നിന്ന് വേഴം മിഥുനൻ രാശിയിലേക്ക് തിരിച്ചു പോകുന്നു. അതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത്. ഏത് ഗ്രഹത്തിനും വക്രഗതി ഉണ്ടാകാറുണ്ട്. അപ്പൊ വേഴത്തിന്റെ വക്രഗതിയാണ് ഈ 2025 ഡിസംബർ 5-ന് നടക്കാൻ പോകുന്നത്. ഡിസംബർ 5-ന് വേഴം മിഥുനൻ രാശിയിലേക്ക് തിരിച്ചു വരികയാണ്. അത് ഒരു ഗ്രഹം വക്രത്തിലാവുമ്പോൾ വളരെയധികം ഫലസൂചന തരും, നല്ല ഫലം തരും ആ ഗ്രഹം. അപ്പൊ ആ ഗ്രഹത്തിനെ കൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ആ ഗ്രഹം മിഥുനത്തിൽ നിൽക്കുമ്പോൾ, അപ്പൊ ചന്ദ്രകേന്ദ്രത്തിൽ വേഴം നിന്നാൽ അത് നല്ല ഫലം തരും, രാജയോഗം തരും. ചന്ദ്രകേന്ദ്രത്തിൽ വേഴം നിന്നാൽ രാജയോഗമാണ് പറയുന്നത്. അതിന് ഗജരാജയോഗം എന്നും ഗജകേസരി യോഗം എന്നും പറയും. അപ്പൊ ഡിസംബർ 5-ന് വേഴം മിഥുനൻ രാശിയിലേക്ക് വക്രത്തിലേക്ക് വരികയാണ്. അപ്പൊ ഈ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം രാജയോഗം കിട്ടുന്ന ഒരു സമയമാണ്. അവർ മത്സരിച്ചാൽ വിജയസാധ്യത കൂടുതലാണ്. ഇവരെ സംബന്ധിച്ച് രാജയോഗ സമയമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ നക്ഷത്രങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ വേഴത്തെ പറ്റി ഇനി കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. വേഴം നല്ല ഗ്രഹമാണ്. ചന്ദ്രകേന്ദ്രത്തിലാണ് വേഴം നിൽക്കേണ്ടത്. അപ്പൊ ഇവരുടെ നക്ഷത്രത്തിന്റെ കേന്ദ്രസ്ഥാനം, അതായത് 1, 4, 7, 10 ഇത് കേന്ദ്രസ്ഥാനമാണ്. അപ്പൊ ഈ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ: മകീരം, അര, തിരുവാതിര, പുണർദം, മുക്കാലി. മകീരം, അര, തിരുവാതിര, പുണർദം, മുക്കാലി ഇത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രവും. ഇത് കൂടാതെ മീനക്കൂറിൽ വരുന്ന നക്ഷത്രം പോരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി ഇവരുടെ നാലിലാണ് വേഴം നിൽക്കുന്നത്. ഈ മീനക്കൂറിന്റെ 4-ലാണ് വേഴം നിൽക്കുന്നത്. ഈ ഡിസംബർ 5-ന് അതിലേക്ക് വരും. അപ്പൊ മീനക്കൂറ് കഴിഞ്ഞ പിന്നെ ധനുക്കൂറുകാരുടെ മൂലം, പൂരാടം, ഉത്രാടം, കാലി ഇതാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. അപ്പൊ ധനുക്കൂറിന്റെ 7-ലാണ്. അപ്പൊ 4, 7, 10 കണ്ടകസ്ഥാനം, 4, 7, 10 കേന്ദ്രസ്ഥാനം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ കേന്ദ്രസ്ഥാനത്ത് മൂലം, പൂരാടം, ഉത്രാടം, കാലി ഇവരുടെയും വേഴം 7-ലേക്കാണ് വരുന്നത്. പിന്നെ കന്നിക്കൂറുകാരുടെ 10-ലാണ് വേഴം നിൽക്കുന്നത്. അതായത് ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര ഇത് 10-ലേക്ക് ആണ് ഇവരുടെ വേഴം നിൽക്കുന്നത്. ഈ കന്നിക്കൂറുകാരുടെ, ഈ നക്ഷത്രക്കാരുടെ. ഇനി തുലാക്കൂറുകാരുടെ 9-ൽ വേഴം നിൽക്കുന്നു. 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്. അപ്പൊ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാലി ഈ നക്ഷത്രങ്ങൾ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. അപ്പൊ വേഴം 9-ൽ 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്. അപ്പൊ ഭാഗ്യസ്ഥാനത്ത് ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യസ്ഥാനത്തും ഞാൻ നേരത്തെ പറഞ്ഞ നക്ഷത്രക്കാരുടെ കേന്ദ്രസ്ഥാനത്തുമാണ് വേഴം നിൽക്കുന്നത്. അപ്പൊ കേന്ദ്രസ്ഥാനത്ത് ചന്ദ്രകേന്ദ്രത്തിൽ വേഴം നിന്നാൽ അവിടെ ഗജരാജയോഗം, അതായത് ഗജരാജയോഗം എന്ന് പറഞ്ഞാൽ ഗജം എന്ന് പറഞ്ഞാൽ ആന, ഗജരാജൻ മൃഗരാജൻ എന്ന് പറഞ്ഞാൽ ഈ സിംഹം. അപ്പൊ സിംഹത്തിന്റെ കരുത്തും ആനയുടെ ശക്തിയും എല്ലാം ഒത്തുവരുന്ന ഒരു യോഗം, അതിനെയാണ് ഗജരാജ യോഗം അല്ലെങ്കിൽ ഗജകേസരി യോഗം എന്ന് പറയുന്നത്.
അപ്പൊ ഈ സമയത്ത് ഈ കേസരി എന്ന് പറഞ്ഞതും ഈ ഇതാണല്ലോ രാജാവ്, കേസരി എന്ന് പറയുന്ന രാജാവ്. അപ്പൊ മൃഗങ്ങളുടെ രാജാവായിട്ട് നമുക്ക് സിംഹത്തിലല്ലേ കാണുന്നത്. അപ്പൊ സിംഹവും ആനയും രണ്ടുപേരുടെയും കരുത്ത് ഒരുമിച്ച് കൂടുന്നത് പോലെയായിരിക്കും ഇവർക്ക് ഗജരാജയോഗം വന്നു കൂടുന്നത്, ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക്. അപ്പൊ ഒന്നും കൂടി നക്ഷത്രക്കാരിൽ പറയാം. മിഥുനക്കൂറിൽ വരുന്ന മകീരമര, തിരുവാതിര, പുണർദം മുക്കാലി. മീനക്കൂറിൽ വരുന്ന പൂരുരുട്ടാതികാലി, ഉത്രട്ടാതി, രേവതി. ധൻകൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടംകാലി. കന്നിക്കൂറിൽ വരുന്ന ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരാര. ഇവരുടെ ചന്ദ്രകേന്ദ്രത്തിലാണ് വേഴം നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് രാജയോഗം വരുന്ന സമയമാണ് ഈ സമയം, ഈ ഇലക്ഷൻ നടക്കുന്ന സമയം ഈ നക്ഷത്രക്കാർക്ക്. അതുകൂടാതെ തുലാക്കൂറിൽ വരുന്ന ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാലി, അത് 9 ഭാഗ്യസ്ഥാനത്തും വരെ. ഇതുകൂടാതെ വേറെ രണ്ട് മൂന്ന് നക്ഷത്രങ്ങളും കൂടി വേറെയുണ്ട്. അതായത് അശ്വതി, ഭരണി. ഇവർക്ക് ഉന്നത സ്ഥാനലബ്ധിക്കും സമൂഹത്തിൽ സ്വീകാര്യതയും കിട്ടുന്ന നക്ഷത്രക്കാരാണ് ഇവർ. അശ്വതിയും ഭരണി. ഇവർക്ക് നല്ല ഒരു കരുത്തും അതേപോലെ തന്നെ നല്ല ജനസമ്മതിയും ഒക്കെയുള്ള ഒരു നക്ഷത്രക്കാരായിരിക്കും ഈ അശ്വതി ഭരണിക്കാർ. ഉന്നത സ്ഥാനത്തൊക്കെ ഇവർക്ക് എത്താവുന്ന ഒരു നക്ഷത്രക്കാരാണ് ഇവർ. അപ്പൊ സമൂഹത്തിൽ സ്വീകാര്യതയും കിട്ടുന്ന ഒരു നക്ഷത്രക്കാരാണ് ഈ പറഞ്ഞ അശ്വതിക്കാരും ഭരണിക്കാരും. അതുകൂടാതെ പിന്നെ തിരുവാതിര, പൂരം, അനിഴം, തൃക്കേട്ട. ഇവർക്ക് ബുദ്ധിപരമായ നീക്കങ്ങളും തന്ത്രങ്ങളും ജനപിന്തുണയും വാക്സാമർഥ്യവും വോട്ടർമാരെ ആകർഷിക്കാനുള്ള കഴിവും ഉള്ളതിനാൽ ഇവർക്കും വിജയസാധ്യത കൂടുതലായി കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ, ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇലക്ഷനിൽ അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ, ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇവർ നിന്നാൽ ഇവർക്ക് വിജയസാധ്യത കൂടുതലാണ് ഈ നക്ഷത്രക്കാർക്ക്. അപ്പൊ ഈ നക്ഷത്രക്കാർ മത്സരിച്ചാൽ അവർ ഇപ്പൊ എല്ലാവരും ജയിക്കണമെന്നില്ല. കാരണം ചില ആൾക്കാർക്ക് അവരുടെ ജന്മ സമയമനുസരിച്ച്, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച്, അവരുടെ ജാതക ഫലം അനുസരിച്ച് ചിലപ്പോൾ നല്ല സമയമായിരിക്കില്ല. പക്ഷെ അങ്ങനെ നല്ല സമയമുള്ളവർക്ക് ഈ ഗോചരഫലമായിട്ടുള്ള ഫലവും കൂടി കൂടിച്ചേരുമ്പോൾ അത് പെട്ടെന്ന് അവർക്ക് ഈ സ്ഥാനമാനങ്ങൾ കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ നക്ഷത്രക്കാർ മത്സരിച്ചാൽ അവർക്ക് വിജയസാധ്യത കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും ഇവർ ഈശ്വരാനുഗ്രഹം നേടി അവരുടെ കുടുംബ പരദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുടുംബ പരദേവത സ്ഥാനത്ത് പോയി പ്രാർത്ഥിച്ചുകൊണ്ട് നോമിനേഷൻ കൊടുക്കാം. അതുകൂടാതെ അവർക്ക് മറ്റ് ഭാഗ്യഗ്രഹം വേഴത്തിന്റെ ദേവൻ മഹാവിഷ്ണുവും കൃഷ്ണനും അവർക്ക് വഴിപാടുകൾ നടത്താം. അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവികമായ ചില കാര്യങ്ങളും കൂടി ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് വിജയസാധ്യത ഉണ്ടാവും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാനിവിടെ ഈ വീഡിയോ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.